രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസത്തവണകളായി അടയ്ക്കാവുന്നതാണ്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. വേഗമാകട്ടെ, ഹയ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകളിൽ കഴിഞ്ഞ 20 വർഷത്തിനിടെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് 48 പേർക്ക്. ഒരു വനപാലകൻ ഉൾപ്പെടെയുള്ളവരുടെ ദാരുണമായ അന്ത്യം ഭീതിതമായ യാഥാർത്ഥ്യമാണ് വെളിവാക്കുന്നത്. കൂടാതെ പാമ്പ്, തേനീച്ച, കടന്നൽ തുടങ്ങിയ ജീവികളുടെ ആക്രമണത്തിൽ 11 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ ചോക്കാട് കല്ലാമുല്ല സ്വദേശി അബ്ദുൾ ഗഫൂർ കൊല്ലപ്പെട്ടതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ഈ ദുരന്തത്തോടെ കഴിഞ്ഞ 3 വർഷത്തിനിടെ മാത്രം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 11ആയി. നിലമ്പൂർ നോർത്ത്, സൌത്ത് ഡിവിഷൻ വനമേഖലകളിലാണ് കാട്ടാന, കാട്ടുപന്നി, കടുവ, കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പോത്തുകൽ വനമേഖലയിലെ പുഷ്കരൻ പൊട്ടിയിൽ വെച്ച കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വനപാലകൻ കെ സുധീറിന്റെ മരണം ഈ ദുരന്ത പരമ്പരയിലെ ഒരു കണ്ണിയാണ്. കരുളായി വനമേഖലയിലെ മാഞ്ചേരി ആദിവാസി നഗറിലെ മൂപ്പൻ പാണപ്പുഴ മാതൻ, മാഞ്ചേരി നഗറിലെ മണി, ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം നഗറിലെ സഹോദരങ്ങളായ സുനിൽ, ബാലകൃഷ്ണൻ, അകമ്പാടം സ്വദേശി ആമിന എന്നിവരും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ അകമ്പാടത്തെ ഉപ്പുടന ബൂട്ടി, മമ്പാട് ഒടായിക്കൽ കണക്കൻ കടവിൽ പരശുരാം കുന്നത്ത് ആസ്യ, ഒടായിക്കൽ പാലക്കടവ് സ്വദേശിയും ടാപ്പിംഗ് തൊഴിലാളിയുമായിരുന്ന ചേർപ്പുകല്ലിൽ രാജൻ, പോത്തുകല്ല് ചെമ്പൻകൊല്ലിയിലെ പാലക്കാട്ടുതോട്ടത്തിൽ ജോസ്, തമിഴ്നാട് സ്വദേശിനി ബിന്ദു എന്നിവരും ഇരകളായി. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കരുവാരകുണ്ട് സ്വദേശി ഷാജിക്കും മൂത്തേടം മുച്ചക്കുളം നഗറിലെ സരോജിനിക്കും ജീവൻ നഷ്ടപ്പെട്ടു. വഴിക്കടവ് സ്വദേശികളായ ഖദീജ, പുഞ്ചക്കൊല്ലി നഗറിലെ പോക്കർ ബൻ, പൂവത്തിപ്പൊയിൽ സ്വദേശികളായ ഉണ്ണീൻ, ഞണ്ടുകണ്ണി സിദ്ദീഖ്, മമ്പാട് ഒടായിക്കൽ പൈക്കാടൻ അസ്മാബി എന്നിവരും ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. പോത്തുകൽ ഫോറസ്റ്റ് അറ്റാച്ച്ഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസറും കോഴിക്കോട് RRT ടീമിലെ അംഗവുമായ സംഗീത് ഉൾപ്പെടെ 200-ലേറെ പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നത് ഈ മേഖലയിലെ അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. കരുളായി വനമേഖലയിൽ മാവോയിസ്റ്റ് വേട്ടയ്ക്ക് പോയ തണ്ടർബോൾട്ട് അംഗം ബഷീറിനും കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. തുടർച്ചയായി മനുഷ്യജീവനുകൾ പൊലിയുമ്പോഴും വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകുന്നതിൽ ഒതുങ്ങി നിൽക്കുകയാണെന്നും ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നില്ലെന്നുമുള്ള വിമർശനം ശക്തമാണ്. വനമേഖലയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കാനും വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാനും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അടിയന്തരാവശ്യമാണ്. ഈ ദുരന്തങ്ങൾക്ക് അറുതി വരുത്താൻ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, ഈസ്റ്റ് ലൈവ്. സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ.